തഹാവൂർ റാണയെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ള രീതിയിൽ വരണം. കാരണം എല്ലാ കാര്യങ്ങളും അതീവ സുരക്ഷയോടുകൂടി തന്നെ രഹസ്യമായി തന്നെ മുന്നിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം അതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ കോടതിയിലേക്ക് എത്തിക്കും. അതിനുശേഷം നടപടികൾ ഓരോന്ന് പുരോഗമിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പി ബസന്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബസന്ത്, എന്താണ് ഇപ്പോൾ അറിയുന്നത്? കോടതിയിലേക്ക് എത്തിക്കുകയാണോ? വിമാനത്താവളത്തിൽ നിന്നും തവാഹുർ റാണയെ ഇപ്പോൾ പുറത്ത് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6:30 മണിയോട് കൂടിയാണ് അത് തവാഹുർ റാണയെ ഡൽഹിയിൽ പാലം വിമാനത്താവളത്തിൽ എത്തിക്കുന്നത്. അവിടെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പാണ് റാണയെ പുറത്തേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ കാണുന്നത് റാണയെ പട്യാല ഹൗസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കനത്ത സുരക്ഷയിലാണ് റാണയെ ഡൽഹിയിലെ പട്യാല കോടതിയിലേക്ക് എത്തിക്കുന്നത്. ഡൽഹിയിലെ NIAയുടെ പ്രത്യേക കോടതിയിലാണ് നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കുന്നത്. ജഡ്ജി ചന്ദ്രജിത് സിംഗ് കോടതിയിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NIAയ്ക്ക് വേണ്ടി ഹാജരാകുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും അതോടെ മുതിർന്ന അഭിഭാഷകൻ ധ്യാൻ കൃഷ്ണനും റാണയ്ക്ക് വേണ്ടി ഡൽഹി ലീഗൽ സർവീസസ് അതോറിറ്റി നിയമിച്ചിട്ടുള്ള അഭിഭാഷകനായ പീയൂഷ് സച്ദേവുമാണ് കോടതിയിലുള്ളത്. കോടതി പൂർണ്ണമായും ഇപ്പോൾ പോലീസ് ഒഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതീവ സുരക്ഷയിലാണ് റാണയെ കോടതിയിൽ എത്തിക്കുന്നത്. കോടതി നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്താണ് ഇനി അങ്ങ് മുന്നോട്ടുള്ള നടപടി ഇത് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. കാരണം NIA കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് NIAയുടെ നിലപാട്. NIAയുടെ ആസ്ഥാനത്തായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക. NIAയുടെ ഡയറക്ടർ ജനറൽ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 12 അംഗ സംഘം ചോദ്യം ചെയ്യലിന് തയ്യാറെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഡയറക്ടർ ജനറൽ ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. റാണയെ അല്പസമയത്തിനകം തന്നെ പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. പ്രത്യേക സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഗവൺമെന്റ് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി NIA നേരത്തെ ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ റാണയെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു കുറിപ്പും NIA അല്പസമയം മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അവിടെ അമേരിക്കയിലെ വിവിധ കോടതികളിൽ നടന്നിട്ടുള്ള നിയമയുദ്ധങ്ങളുടെ ഒരു നീണ്ട വിവരണം തന്നെയാണ് NIA പുറത്തുവിട്ട കുറിപ്പിലുള്ളത്. NIAയുടെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ റാണ പോയിട്ടുണ്ട്. കൊച്ചി അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ റാണ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കസ്റ്റഡിയിൽ കിട്ടുക എന്നുള്ളതും പ്രധാനമാണ്. ഇപ്പോൾ റാണയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ആ രീതിയിൽ ഓരോ നടപടിക്രമങ്ങളും മുന്നിലേക്ക് പോവുകയാണ്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.